Welcome to Dine with Anne. Malabar ഏരിയയിലൊക്കെ ഇഫ്താറിന് സ്പെഷ്യലായിട്ട് സെർവ് ചെയ്യുന്ന ഡ്രിങ്കാണ് വത്തക്ക വെള്ളം. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അതിന് ഒരു സ്പൂൺ സബ്ജ സീഡ്സ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കിട്ടാനാണ്. നമുക്കിത് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇനി വത്തക്ക എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ വാട്ടർമെലൺ ആണ്, അതായത് തണ്ണിമത്തൻ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കിരൺ എന്നുള്ള വെറൈറ്റിയാണ്, ഡാർക്ക് ഗ്രീൻ വെറൈറ്റിയാണ്. അതിൻ്റെ ഒരു 1/4 ഭാഗം ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഈ വാട്ടർമെലനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എത്രയും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ വാട്ടർമെലനൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തുള്ള സീഡ്സ് ഒക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഈ കിരൺ വെറൈറ്റി ആയതുകൊണ്ട് ഒരുപാട് സീഡ്സ് ഇട്ടാവില്ല, എന്നാലും നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും വാട്ടർമെലന്റെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു മാഷർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരുപാട് ഉടഞ്ഞ് പേസ്റ്റ് പോലെ ആവണ്ട, അത് കാരണം നമ്മൾ മിക്സിയിൽ അടിക്കാത്തത്. ഈ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ച് കിട്ടിയാൽ മതി. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് ആ ചെറിയ കഷ്ണങ്ങൾ ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു കിട്ടാൻ. ഇനി അതിലേക്ക് ഒരു 3/4 മുതൽ ഒരു കപ്പ് വരെ കാച്ചി ആറിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാല് ചേർത്ത് കൊടുക്കാം. ഫ്രീസറിൽ വെച്ചിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാം, പക്ഷെ നമ്മൾ ഷേക്ക് ആയിട്ടല്ല, ജ്യൂസായിട്ട് അത് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നന്നായിട്ട് തണുപ്പിച്ച പാൽ ആഡ് ചെയ്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളാണ് ഈ വത്തക്ക വെള്ളം ഉണ്ടാക്കാനായിട്ട്. നമ്മളൊക്കെ വാട്ടർമെലൺ ജ്യൂസ് എന്ന് പറയും. മലബാർ ഏരിയയിലൊക്കെ എല്ലാവരും വത്തക്ക വെള്ളം, വത്തക്ക ജ്യൂസ് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി നമ്മൾ ഈ ജ്യൂസിന്റെ മുകളിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ്സ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇഷ്ടമല്ല എന്നുള്ളവര് അത് ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മുടെ വത്തക്ക വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ വാട്ടർമെലൺ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.